കേരളത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ പൂർത്തിയാകുന്ന DCC KPCC പുനഃസംഘടനയ്ക്ക് ആക്കം വർദ്ധിപ്പിച്ചു അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ദിവസങ്ങളായി ഇതിന്മേലുള്ള ചർച്ചകൾ പുരോഗമിച്ചു വരികയായിരുന്നു. സാധ്യതാ പട്ടികയുമായി KPCC സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമാർ അടങ്ങുന്ന സംഘം തിങ്കളാഴ്ച ഡൽഹിക്ക് പോകും എന്നാണ് അറിയുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച കേരളത്തിലെ KPCC DCC ഭാരവാഹികളുടെ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതിനു മുൻപ് കോൺഗ്രസ് എംപിമാരുടെ അഭിപ്രായം കൂടി തേടാനുള്ള ശ്രമത്തിലാണ്. എംപിമാരുടെ അഭിപ്രായ ക്രോഡീകരണം കഴിഞ്ഞാൽ ഉടൻ അന്തിമ പട്ടിക തയ്യാറായി ബുധനാഴ്ച AICCക്ക് മുൻപാകെ സമർപ്പിക്കും എന്നാണ് അറിയുന്നത്. ഏതായാലും ഓഗസ്റ്റിനകം തന്നെ KPCCയുടെ ഭാരവാഹികളെയും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരെയും AICC പ്രഖ്യാപിക്കും. 9 DCC അധ്യക്ഷന്മാർക്കാണ് ഇപ്പോൾ മാറ്റം വരുന്നത് എന്നതാണ് അറിയുന്നത്. വേണ്ട രീതിയിൽ സംഘടനാ പ്രവർത്തനത്തിൽ മികവ് പുലർത്താത്ത DCC പ്രസിഡന്റുമാർക്കാണ് സ്ഥാനചലനം സംഭവിക്കുക. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ DCCകളിൽ നിലവിലെ അധ്യക്ഷന്മാർക്ക് സ്ഥാനചലനം ഉണ്ടാകും. തിരുവനന്തപുരത്ത് പ്രധാനമായും 4 പേരുകളാണ് പരിഗണനയിൽ ഉള്ളത്. ചെമ്പഴന്തി അനിൽ, മണക്കാട് സുരേഷ്, MJ ആനന്ദ്, T ശരചന്ദ്രൻ എന്നിവരാണ്. കൊല്ലത്ത് ജ്യോതികുമാർ ചാമക്കാല, ഒരൂർ സുഭാഷ്, MM നസീർ, സൂരജ് രവി, P ജർമിയാസ് എന്നിവരാണ്. ഇവിടെ ജ്യോതികുമാർ ചാമക്കാല KPCC ട്രഷററായി മാറാൻ സാധ്യത ഉള്ളതിനാൽ ചാമക്കാലയുടെ പേര് മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നാണ് അറിയുന്നത്. പത്തനംതിട്ടയിൽ പഴങ്കുളം മധു, ജോർജ് മാമൻ കുണ്ടൂർ, അനീഷ് വരിക്കണ്ണാമല, A സുരേഷ് കുമാർ എന്നിവരുടെ പേരുകൾ സാധ്യതാ പട്ടികയിലുണ്ട്. ആലപ്പുഴയിലേക്ക് വന്നാൽ നിലവിലുള്ള DCC അധ്യക്ഷൻ B ബാബു പ്രസാദാണ്. അദ്ദേഹത്തിന് സ്ഥാനചലനം വന്നാൽ KP ശ്രീകുമാർ, KR മുരളീധരൻ, B ബൈജു, AK രാജൻ എന്നിവരുടെ പേരുകളാണ് സജീവമായി പരിഗണനയിലുള്ളത്. കോട്ടയത്താണെങ്കിലോ ഫിൽസൺ മാത്യൂസ്, ബിജു പുന്നത്താനം, സിബി ചേനപ്പാടി, ഫിലിപ്പ് ജോസഫ് എന്നിവരുടെ പേരുകളും കോട്ടയത്ത് പരിഗണിക്കുന്നുണ്ട്. ഇടുക്കിയിൽ അശോകന്റെ പേരാണ് മുൻഗണനയിൽ. നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയാണ് അശോകൻ. ജോയി വെട്ടിക്കുഴി, വിജോ മാണി എന്നിവരുടെ പേരുകളും സജീവമായിട്ട് മുൻനിരയിലേക്ക് വന്നിട്ടുണ്ട്. പാലക്കാട് PV രാജേഷ്, സുമേഷ് അച്യുതൻ എന്നിവരെ പരിഗണിക്കുന്നു. വയനാട് TJ ഐസക്, PD സജി എന്നിവർക്കാണ് മുൻതൂക്കം. കാസർഗോഡ് ജില്ലയിൽ K നീലകണ്ഠൻ, BM ജമാൽ എന്നിവർക്കും മുൻതൂക്കമുണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻസി നേതാക്കളുമായി കേരളത്തിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, UDF ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ VD സതീശൻ, വർക്കിംഗ് പ്രസിഡന്റ് അനിൽകുമാർ, രമേശ് ചെന്നിത്തല എന്നിവരുമായുമാണ് കൂടിക്കാഴ്ച നടന്നത്. പ്രവർത്തന മികവ് പുലർത്തിയ 5 DCC പ്രസിഡന്റുമാരെ മാറ്റാതെ 9 DCC അഴിച്ചുപണിയും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലെ DCC അധ്യക്ഷന്മാർക്ക് മാറ്റമുണ്ടാവില്ല. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ പുനഃസംഘടനാ ചർച്ചകൾ ത്വരിതഗതിയിലാക്കിയിരുന്നു. ഏറെ നാളത്തെ നിരീക്ഷണവും പഠനത്തിനും ശേഷം KPCC പുനഃസംഘടനാ പട്ടിക AICCക്ക് മുൻപാകെ സമർപ്പിക്കുകയാണ്. കണ്ണൂർ DCC മാർട്ടിൻ ജോർജ് ജില്ലയിൽ CPMന്റെ ആക്രമണ രാഷ്ട്രീയത്തിനെതിരെ കടുത്ത നിലപാടെടുക്കുകയും കണ്ണൂരിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും ചെയ്ത നേതാവാണ്. അതിനാൽ മാർട്ടിൻ ജോർജ് അവിടെ തുടരുമെന്നാണ് അറിയുന്നത്. കോഴിക്കോട് DCC K പ്രവീൺകുമാറിന്റെ ബ്ലോക്ക് തല പ്രവർത്തനങ്ങളും അതിലൂടെ ജില്ലയിലെ അടിത്തട്ടിലെ പ്രവർത്തകർക്ക് പുതിയ ആവേശം കൊടുത്തുകൊണ്ട് ഒരു പുനർജീവനം നൽകിയതും കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മാണം തുടങ്ങി കോൺഗ്രസിനെ ജില്ലയിൽ ശക്തിപ്പെടുത്താൻ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ പ്രവീൺകുമാറിന്റെ കോൺഗ്രസ് പ്രവർത്തന ഗ്രാഫിൽ ഗുണകരമായതാണ് അധ്യക്ഷനായി തുടരാൻ പ്രവീൺകുമാറിനെ പ്രാപ്തനാക്കുന്നത്. മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയ് ഒരു പക്ഷഭേദവുമില്ലാതെ പ്രവർത്തിച്ചു. കോൺഗ്രസ് എന്ന ഒറ്റക്കെട്ടായ ചിന്തയിലൂടെ ജില്ലയിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ മുക്തകണ്ഠ പ്രശംസ B ജോയിക്ക് ഉണ്ട് എന്നതും
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പക്വതയോടുകൂടി ഇടപെടുകയും നേതൃത്വത്തിൻ്റെ നിർദ്ദേശങ്ങളെ മാനിച്ചുകൊണ്ട് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്തു എന്നതാണ് VS ജോയിയുടെ മികവ്. അതുകൊണ്ട് ജോയിയും അവിടെ തുടരും. എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസാണ്. യുവ നേതാവ്, സമരങ്ങളിൽ കോൺഗ്രസിൻ്റെ മുഖമായി മുൻനിര പോരാളിയായി നിൽക്കുന്ന ആൾ, വിഭാഗീയതയില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തി കോൺഗ്രസിനെ പടുത്തുയർത്തുന്ന ജില്ലാ അധ്യക്ഷൻ എന്നൊക്കെയുള്ള ഇമേജിൽ മുഹമ്മദ് ഷിയാസും ജില്ലയിൽ തുടരും. തൃശ്ശൂരിലേക്ക് വന്നാൽ ജോസഫ് ടാർജറ്റ് ചുമതല ഏറ്റെടുത്ത് അധികമായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് ഇനിയും തെളിഞ്ഞു വരേണ്ടതുണ്ട്. അതിനാൽ ജോസഫ് ടാർജറ്റിനും സ്ഥാനചലനം ഉണ്ടാവില്ല. KPCCയിലും DCCയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഭാരവാഹികളെ നിലനിർത്തിക്കൊണ്ട് വേണ്ടത്ര കാര്യപ്രാപ്തി തെളിയിക്കാത്ത ഭാരവാഹികളെ മാറ്റി നിർത്തുക എന്ന നയമാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതിനാൽ തന്നെ ഈ തീരുമാനത്തിൽ എതിർപ്പുകൾ കുറവായിരിക്കുമെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്. ഏതായാലും കോൺഗ്രസിൽ ഒരു സമൂല മാറ്റത്തിൻ്റെ ഒരു പുതിയ പുനർജീവനം തുടക്കം കുറിച്ചു കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. 2026 അസംബ്ലി തിരഞ്ഞെടുപ്പും ഉടൻ നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് കോൺഗ്രസ് ഒരുക്കുന്ന തന്ത്രങ്ങൾക്കിടയിലാണ് ഏറെ നാളായി ചർച്ചയ്ക്ക് വെച്ച ഈ പുനഃസംഘടന നടക്കുന്നത് എന്നതും പ്രത്യേകതയാണ്. കാലത്തിനൊപ്പമുള്ള മാറ്റം അനിവാര്യമാണ് എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പിലാക്കുന്ന ഈ പുനഃസംഘടന അത് കോൺഗ്രസ് പുതിയ വഴികൾ വെട്ടിത്തുറക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.